ട്രാവൽ ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, തായ്ലൻഡിൽ ബിസിനസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അത് കണ്ടിട്ട് എനിക്കും എൻ്റെ ഫോണിനും തീരെ റെസ്റ്റില്ല. അത്രയ്ക്കും കോൾസും വാട്സപ്പിൽ മെസ്സേജും ഒക്കെ വരുന്നുണ്ടായിരുന്നേ. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ്. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നില്ലേ. ഞാൻ നമ്മുടെ പോണ്ടിനെ മീൻകുളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുക. ലൈലിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടുന്ന് മീൻ പിടിക്കട്ടെ. പക്ഷെ മീൻ പിടിക്കലല്ല ഇന്നത്തെ ഉദ്ദേശം. എൻ്റെ കഴുത്തിന് ചെറുതായിട്ട് ഒരു നീരിറക്കം സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ മീൻ പിടിക്കുന്നതോടൊപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എനിക്ക് കൂടുതലും വന്ന കോൾസ് ഇവിടെ ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ്. പലരും പല രാജ്യങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ടായിരുന്നു. രാജ്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, നമ്മുടെ മലയാളികൾ തന്നെ. അപ്പോൾ ഇവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമല്ല. ഇത് ലൈലിയുടെ ഹസ്ബൻഡാണ്. ജോലി നിങ്ങൾക്ക് തരാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ, ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ B2 വിസയൊക്കെ ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് ജോലി തരാനൊക്കെ സാധിക്കും. പക്ഷേ നിങ്ങൾ അവരെ കണ്ടെത്തണം. ആരാണ് നിങ്ങൾക്കൊരു സ്പോൺസറായിട്ട് നിങ്ങൾക്ക് ജോലി തരാൻ റെഡിയായി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങളിവിടെ വന്നിട്ട് തന്നെ കണ്ടെത്തണം. ഏത് മേഖലയാണോ നിങ്ങൾ നോക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഇത് ലേലിയുടെ ഹസ്ബൻഡാണ്. മീൻ പിടിക്കാൻ ഞാൻ ഇമ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ കൊസാമയിന്ന്. എന്ത് മീനാ കിട്ടുമെന്ന് നോക്കാം. ഇതുണ്ടോ, നമ്മുടെ പോണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. Nên chết lưới ở tổ nó quá à. ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്ത് നോക്കി, കിട്ടുന്നൊന്നുമില്ല അവിടുന്ന് മീനിന്. അത് മാത്രമല്ല ചൂണ്ട ഒന്ന് മാറ്റണമായിരുന്നു. അതുകൂടാണ്ട് നല്ല ശക്തിയായിട്ട് മഴയും പെയ്തു. ആകെ ഞങ്ങളെല്ലാം നനയുകയും ചെയ്തു. പിന്നെ ആ പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു. ഇങ്ങനെയാണ് നമ്മൾ മാംഗോസ്റ്റീൻ പറിച്ചെടുക്കുന്നത്. ഇതുണ്ടോ, ഇതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനമാണ്. ഇതുണ്ട്, ഇതിൻ്റെ കളർ ഈ പിങ്കിഷ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം. എക്സ്പോർട്ട് ക്വാളിറ്റി സാധനമാണ്. ഈ താഴെയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് പറിച്ചെടുക്കാം. ഈ മാംഗോസ്റ്റീൻ പറിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമൊന്നുമല്ല. കാരണം നമ്മൾ ഇതിനെ ഇങ്ങനെ നോക്കി ഈ ഇലേൻ്റെ ഒക്കെ ഇടയിലൊക്കെയാണ് ഇത് ഉണ്ടാവുക അധികവും. ചിലതൊന്നും കാണാൻ പറ്റില്ല. കഴുത്ത് നല്ല വേദനയാവും മേൽപോട്ട് നോക്കിയിട്ട്. പുതുതായിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, കഴുത്തിന് നല്ല വേദനയൊക്കെ ഉണ്ടാവും. ഇതുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ പോവും. ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെയുള്ള തോട്ടങ്ങളൊക്കെ നമ്മൾ ലീസിനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തന്നെ കുറച്ച് നന്നായിട്ട് അധ്വാനിക്കുകയാണെങ്കിലുണ്ടല്ലോ, നല്ല വരുമാനം ഉണ്ടാക്കാനും പറ്റും. അത് മാത്രമല്ല, നമുക്ക് മാനസികമായിട്ട് നല്ല സന്തോഷവും സംതൃപ്തിയും ഒക്കെ നൽകുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ കൃഷി മേഖല എന്ന് പറയുന്നത്. പക്ഷേ അതിനോട് നമുക്കൊരു പ്രത്യേക താല്പര്യവും പാഷനൊക്കെ ഉണ്ടായിരിക്കണം. Here also, this small one. Here. ഇതുണ്ടോ, നമ്പർ 1 എന്നൊക്കെ പറയൂലേ, അതാണ് ഈ സാധനം. ഇതിന് 1 കിലോയ്ക്ക് നമുക്ക് കർഷകർക്ക് തന്നെ 70 ബാത്ത് കിട്ടും. നല്ലതല്ലേ? പക്ഷെ അതൊന്നും എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില സീസണിൽ തീരെ കുറഞ്ഞു പോവുകയും ചെയ്യും. കൊറോണ സമയത്തൊന്നും ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റിയിരുന്നില്ല, എല്ലാം വീണ് പോവുകയാണ് ചെയ്തത്. അതുകൂടാണ്ട് ചില സമയങ്ങളിൽ ഇതിന് 8 ബാത്ത് 10 ബാത്തൊക്കെയാണ് കർഷകർക്ക് കിട്ടുന്നത്. അപ്പം ഞങ്ങൾ എടുക്കുകയില്ല. ഇതൊരു ചെറുതാണ്. ഇവിടെ ഈ തോട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ടല്ലോ,
അതിൻ്റെ ആ സംഗീതം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്ത് രസമാണ് അത് കേൾക്കാന്നറിയോ? ഇതുണ്ടോ, ഇതിനകത്ത് നമുക്ക് 4 എണ്ണം വരെ ഒരേ സമയത്ത് പറിച്ചെടുക്കാൻ പറ്റും ഈ ഒരു സിസ്റ്റത്തിൽ. ഈ ചെറിയ തോട് ഇതിൻ്റെ അറ്റത്ത് നിന്നാണ് തുടങ്ങുന്നത്, നമ്മുടെ ലാൻഡിൽ നിന്ന്. അത് ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ വലിയ പുഴയാവുന്നത്. ഞാൻ ഈ വീഡിയോ ഞാൻ ഫ്രൂട്ട് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ഇതേപോലെയുള്ള ലാൻഡുകൾ വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. വാങ്ങാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഇതിങ്ങനെ ഫ്രഷായിട്ട് പറിച്ചിട്ട് കഴിക്കാൻ നല്ല രസമാണ്. അതുമാത്രമല്ല പൈസയും കിട്ടുമല്ലോ. ഞങ്ങളിത് രാവിലെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഡെയിലി പറിച്ചെടുക്കും. ഈ മാംഗോസ്റ്റിൻ കൃഷി ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ഇപ്പോൾ കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇവിടെ നിങ്ങൾ എന്ത് മരുന്നുകളൊക്കെയാണ് ഇതിന് പ്രയോഗിക്കുന്നതെന്നൊക്കെ. പക്ഷേ ഇവിടുത്തെ മരുന്നുകൾ നമ്മുടെ നാട്ടിൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് നാട്ടിൽ തന്നെയുള്ള കൃഷി ഓഫീസറുടെ അടുത്തും മറ്റുമൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറെ എന്തെങ്കിലും ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യങ്ങളോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. മാംഗോസ്റ്റിൻ കൃഷി ഒരിക്കലും നഷ്ടമാവില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല പ്രൈസ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ടാണ് എന്നാണ് എൻ്റെ അറിവ്. അത് തന്നെയാണ് ദുരിയാൻ്റെ അവസ്ഥ. ദുരിയാനും നന്നായിട്ട് ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് നാട്ടിൽ. എൻ്റെ കഴിഞ്ഞ വില്ലേജ് വീഡിയോ കണ്ടിട്ട് എനിക്ക് കമൻസ് അയച്ച, ലൈക്ക് അടിച്ച എല്ലാവരോടും വളരെയധികം നന്ദി പറയുകയാണ് കേട്ടോ. എന്ത് രസമാണ് ഇത്, നോക്ക് എന്ത് ഭംഗിയാണല്ലേ. ഇതൊക്കെ ചൈനയിലേക്കൊക്കെ എത്തുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് കയറിപ്പോകുന്നതെന്നറിയോ? റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ഇവിടെ തായ്ലൻഡിൽ വന്നിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാം, അവിടെ ഒരു ചെറിയ വീട് വെച്ച് താമസിക്കാം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് പല രാജ്യങ്ങളിലായിട്ട്, നമ്മുടെ മലയാളികൾ. അവർക്കൊക്കെ ഏറ്റവും നല്ലത് ഇവിടെ ഇതേപോലെ ലാൻഡ് ലീസിന് വാങ്ങുന്നതായിരിക്കും. ഇത് കണ്ടോ, അതിമനോഹരം എന്നൊക്കെ പറയാൻ പറ്റും. ഇതൊക്കെ ഇപ്പം പൊട്ടിച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വെരി ഗുഡ് വൺ. ഞാനിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാംഗോസ്റ്റിനില്ലേ, ഇത് നിങ്ങൾ വിചാരിക്കരുത് എല്ലായ്പ്പോഴും ഇത് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കാൻ പറ്റും, നമുക്ക് കിട്ടുമെന്ന്. ഇല്ല, നമുക്ക് അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വർഷത്തിൽ ഒരു പ്രാവശ്യമേ നമുക്കിത് കിട്ടുള്ളൂ. അതുമാത്രമല്ല 3 മാസത്തേക്ക് മാത്രമേ നമുക്ക് ഈ ഫ്രൂട്ട് ഒരു വർഷത്തിൽ കിട്ടുള്ളൂ. അത് ദുരിയാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതൊക്കെ പറിച്ചെടുക്കാൻ നമ്മുടെ മ്യാൻമാറുകാരൻ പയ്യനുണ്ട്, അവനാണ് ചെയ്യുന്നത്. ഇതേപോലെ താഴെയിലൊക്കെ ഉള്ളത് ഞങ്ങൾ തന്നെ പറിച്ചെടുക്കും. പിന്നൊരു കാര്യം, പലരും ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമാണ്, ഇവിടെ നമുക്ക് ജോലിക്കാരെ കിട്ടുമോ? സാധാരണ ഒരു ജോലിക്കാരന് നമ്മുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ എത്ര നമ്മൾ അവർക്ക് സാലറി ആയിട്ട് കൊടുക്കേണ്ടി വരും? എവിടെ നിന്നാണ് നമ്മൾ ജോലിക്കാരെ കൊണ്ടുവരുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അത് നമുക്ക് മ്യാൻമാറുകാരെ ജോലി കിട്ടും. അവർ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഫാമിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എത്ര പേരെയാണോ വേണ്ടത് അവർ വന്നിട്ട് നമ്മളുടെ ഫാമിൽ തന്നെ ഒരു ചെറിയ ഒരു വീട് അവർക്ക് താമസിക്കാൻ വേണ്ടി അവരുണ്ടാക്കും, മുളയും കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അവരവിടെ താമസിച്ചിട്ട് അവർ നമ്മുടെ കൂടെ നമ്മുടെ ഫാമിൽ വേണ്ട ജോലികളൊക്കെ അവർ ചെയ്തോളും. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ കൃഷി കഷ്ടപ്പാടുണ്ട് കേട്ടോ, അത്ര എളുപ്പമൊന്നുമല്ല. എങ്കിലും ഇത് നമുക്ക് ഈ ഫ്രൂട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരാൾ കമൻ്റ് ചെയ്തിരുന്നേ, കിളവെന്ന് പറഞ്ഞിട്ട് എന്നെക്കുറിച്ചാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ
അയാളുടെ അപ്പനും അമ്മയ്ക്കൊന്നും വയസ്സാവില്ല എന്നുള്ള കാര്യം. അയാൾക്ക് പിന്നെ വയസ്സാവില്ല, അതിനു മുമ്പ് തന്നെ ഒരു തീരുമാനത്തിലെത്തിക്കോളും ദൈവം. എന്താ അല്ലേ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് നോക്കണേ. മൈ ഫേസ് ഓക്കെ. അങ്ങനെയുള്ള കമൻസുകളൊക്കെ എനിക്ക് വരാറുണ്ട്, നിങ്ങളും വായിക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ അതിന് തക്കതായ മറുപടിയും കൊടുക്കും. പിന്നെ ഞാനതൊന്നും സീരിയസ് ആയി എടുക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതൊക്കെ സീരിയസ് ആയി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനല്ലേ സമയം ഉണ്ടാവുള്ളൂ. എൻ്റെ സന്തോഷം ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നല്ല കമൻസൊക്കെ വായിക്കുമ്പോഴും അതൊക്കെയാണ്. അങ്ങനെ ഈ ഫാമിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ജോലിക്ക് വരുന്ന മ്യാൻമാറുകാർക്ക് നമ്മൾ ദിവസക്കൂലിയോ അല്ലെങ്കിൽ മാസത്തിൽ ശമ്പളമോ അങ്ങനെയൊന്നും നിശ്ചയിക്കുന്നില്ല. അതായത് അവർ നമ്മുടെ ഫാമിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം, മരുന്നും വളമൊക്കെ ആയിട്ട്. എന്നിട്ട് നമുക്ക് ഏണിങ്സ് വരുമല്ലോ. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്രൂട്ട്സ്, ദുരിയാൻ്റെ കാര്യം അല്ലെങ്കിൽ മാംഗോസ്റ്റിൻ്റെ കാര്യം എടുക്കാം. മാംഗോസ്റ്റിന് നമ്മൾ ആ സീസണിൽ എത്രയാണോ വിൽക്കുന്നത് അതിൻ്റെ ഒരു പെർസെൻറ്റേജാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കിലോയ്ക്ക് ഇത്ര എന്നുള്ള ഒരു നിരക്കിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് മന്ത്ലി സാലറി കൊടുക്കണോ എന്നുള്ള യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം കേട്ടോ. അതായത് അവർക്ക് സാലറി കൊടുക്കണ്ട, അവർക്ക് നമുക്ക് ഫാമിൽ നിന്ന് വരുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം കൊടുത്താൽ മാത്രം മതി എന്നർത്ഥം. അതുപോലെ വേറെ പലരും ചോദിച്ചത് നമുക്ക് ഉണ്ടാകുന്ന ഈ ഫ്രൂട്ട്സ് നമ്മൾ എങ്ങനെയാണ് വിൽക്കുന്നത്, എവിടെ കൊണ്ടുപോയിട്ട് നമ്മളിത് വിൽക്കും, നമുക്കത് ക്യാഷായിട്ട് കിട്ടുമോ എന്നുള്ളതൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. തീർച്ചയായും നമ്മൾ ഡെയിലി എടുക്കുന്ന അത് 10 കിലോ ആയാലും 100 കിലോ ആയാലും 1 കിലോ ആയാലും, ഞാൻ അത്രയും ക്ലിയറായിട്ട് പറയുന്നത് 1 കിലോ പോലെ ആണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ സൊസൈറ്റി അല്ലെങ്കിൽ ആൾക്കാർ പ്രൈവറ്റായിട്ട് വന്നിട്ട് വാങ്ങുന്ന ആൾക്കാർ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ടാവും. അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ നമുക്ക് ക്യാഷ് തരുകയും ചെയ്യും. പിന്നെ ചിലർ ചോദിച്ചത് ഡയറക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അത് തീർച്ചയായും നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ കൃഷിസ്ഥലം നിൽക്കുന്നത് ബാങ്കോക്കിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പോൾ നമ്മൾ ഈ കുറച്ച് ഫ്രൂട്ടും കൊണ്ട് എങ്ങനെ ബാങ്കോക്കിലേക്ക് പോകും അവിടെ എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി? അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് അത്രയും ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇതേപോലെയുള്ള മാംഗോസ്റ്റിൻ്റെ തോട്ടങ്ങൾ നമുക്ക് ഇന്ത്യക്കാർക്ക് ഇവിടെ വന്നിട്ട് ലീസിന് എടുക്കാൻ പറ്റും കേട്ടോ. ലീസിന് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, നിങ്ങൾ അവിടെ ചെറിയൊരു വീടുണ്ടാക്കിയിട്ട് അവിടെ താമസിക്കാം. എന്നിട്ട് മ്യാൻമാറുകാരെങ്കിലും ജോലിക്ക് വയ്ക്കുക. പിന്നെ നിങ്ങളും ഇതേപോലെ ജോലി ചെയ്യുക. ഞാൻ ചെയ്യുന്നില്ലേ കണ്ടോ. എന്നിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നല്ല. പക്ഷേ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പിന്നെ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. പിന്നെ അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താന്നൊക്കെ പറയാം. നാട്ടിൽ നിന്നുകൊണ്ടാണ് പറയുക. പലരും കയ്യിലൊരു പൈസ ഉണ്ടാവില്ലേ, എന്നിട്ട് അറിയേണ്ടത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളായിരിക്കും. വെറുതെ സമയം വേസ്റ്റ് ചെയ്യും, അതാണ്, വേറൊന്നുമല്ല. ഈ മാംഗോസ്റ്റിൻ, ദുരിയാൻ, അതേപോലെ റബ്ബർ, പിന്നെ പാം ഓയിലിൻ്റെ പാമ്പ്, ഇതൊക്കെയുള്ള ഗാർഡൻ ലീസിന് എടുക്കുക. വലിയ 50 ഏക്കർ 100 ഏക്കറൊക്കെ എടുക്കുക. പാട്ടത്തിന് എടുക്കുക എന്ന് പറയുന്നില്ലേ നമ്മുടെ നാട്ടിൽ, അത് നമുക്ക് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല നല്ല ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. അതിനൊക്കെ ധൈര്യം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതും കൂടെ വേണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒന്ന് ദയവ് ചെയ്ത് ശ്രദ്ധിക്കണം. എന്നാൽ പിന്നെ നിങ്ങൾ എന്നോട് വീണ്ടും ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ചോദിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് അവിടെ സ്ഥലം വാങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു വാങ്ങാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം പേരിൽ തന്നെ, നമ്മൾ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് പോലും നമ്മളുടെ സ്വന്തം പേരിൽ വാങ്ങിയിട്ട് എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോലിക്കാരെയും വെച്ച് നിങ്ങൾക്ക് നാട്ടിലൊക്കെ പോകണം, എവിടെയാണ് പോകേണ്ടത് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ സ്ഥലം ഇവിടെ തന്നെ ഉണ്ടാവും. ആ പണിക്കാർ നന്നായിട്ട് നിങ്ങൾ നോക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നോക്കുകയും ചെയ്യും. ഇതേപോലെ മാംഗോസ്റ്റിന് ഒരുപാട് വീണ് പോകും കണ്ടോ. ചിലതൊക്കെ കിട്ടും, ചിലത് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഇനി അടുത്തത് വേറെ എന്തൊക്കെ കച്ചവടമാണ് ചെയ്യാൻ പറ്റുക ഫിറോസ് ഭായ് എന്ന് ചോദിച്ച് വിളിക്കും. ഞാനെങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കച്ചവടം ചെയ്യാൻ പറ്റുകയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടത്? ഞാൻ പറയുന്നത് തായ്ലൻഡിൽ നിങ്ങൾക്ക് വന്നാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് എനിക്ക് അതൊന്ന് നോക്കിത്തരുമോ, ഇതൊന്ന് നോക്കിത്തരുമോ, അതിന് ഏതെങ്കിലും ഒരു കമ്പനിയുടെ നമ്പർ ഇട്ട് തന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് തരുമോ, ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടുന്ന് ഫോൺ ചെയ്തിട്ട് അവർ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ആ കമ്പനി അവിടെ ഉണ്ട്, അവിടുന്ന് ആൾക്കാർ ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ജെന്യൂനിറ്റിയെക്കുറിച്ചൊന്നും എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ചില ആൾക്കാർ പറയും അവിടെ ഒന്ന് പോയി നോക്കിത്തരുമോ, ഈ സാധനം കിട്ടുമോ. ഞാൻ എങ്ങനെ പോകും? എനിക്ക് വെറുതെ അവിടെ പോകാൻ പറ്റുമോ? ട്രാൻസ്പോർട്ടേഷൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് പോകണ്ടേ? ഇവിടെ ചെറുതൊന്നുമല്ല ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, നല്ല എക്സ്പെൻസീവാണ്. നമ്മളൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ടാക്സിയിൽ പോവുക, മെട്രോയിൽ കയറി പോവുക, നമ്മുടെ സമയം ചിലവഴിക്കുക, അതൊക്കെ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ഞാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു തരും. അത് കണ്ടെത്തേണ്ടതും അത് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റു പലരുടെയും സംശയങ്ങൾ, റെസ്റ്റോറൻറ്റ് നടക്കുമോ, കഫ്റ്റീരിയ നടക്കുമോ, എങ്ങനെയാണ് ചെയ്യുക, എത്ര ചിലവ് വരും, അതിനെക്കുറിച്ച് കൃത്യമായൊരു ചിലവും കണക്കും കാര്യങ്ങളും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈസൻസ് ഉണ്ടാക്കണമെങ്കിൽ ആ ലൈസൻസിൻ്റെ ആക്ടിവിറ്റീസ് എന്താണോ അതുപോലെ നിങ്ങൾ ഇവിടെയുള്ള അഡ്വക്കേറ്റ്സിന്, ലീഗൽ അഡ്വൈസേഴ്സിന് നിങ്ങൾ ഫീസായിട്ട് കൊടുക്കേണ്ടി വരും. അതായത് 60,000 ബാത്ത്, 70,000 ബാത്ത്, 80,000 ബാത്തൊക്കെ അവർക്ക് ഒരു ലൈസൻസ് നമ്മൾ ഇഷ്യൂ ചെയ്ത് വരുമ്പോഴേക്ക് തന്നെ നമ്മൾ അവർക്ക് ഫീസായിട്ട് മാത്രം കൊടുക്കേണ്ടി വരും. ലൈസൻസിൻ്റെ ഫീസല്ല എന്ന് ഓർക്കണം. അപ്പോൾ പക്ഷേ അവരെല്ലാ കാര്യങ്ങളും നമുക്ക് ലീഗലായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. അത് നിങ്ങൾ ലൈസൻസിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് അതുപോലെയാണ് അവർക്ക് ഫീസ് കൊടുക്കേണ്ടത്. അതേപോലെ ഈ കഫ്റ്റീരിയയുടെയൊക്കെ ചിലവ് എത്ര വരും, റെസ്റ്റോറൻറ്റിന് എത്ര ചിലവ് വരും ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ വലിപ്പവും കാര്യങ്ങളും അതിൻ്റെ ഡെക്കറേഷനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സാണ് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ലല്ലോ. അത് നിങ്ങൾ തന്നെയല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ഇതൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൊട്ടേഷൻ അവർ തരും. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, എത്ര സീറ്റിംഗ് കപ്പാസിറ്റി, ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഇല്ലേ. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റും ഇത്ര ചിലവ് വരും എന്നുള്ളത്. അപ്പോൾ അതും കൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. പിന്നെ അതേപോലെ എക്സ്പോർട്ട് ലൈസൻസ്, ഇമ്പോർട്ട് ലൈസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വിളിക്കും. എക്സ്പോർട്ട് ലൈസൻസും ഇമ്പോർട്ട് ലൈസൻസൊക്കെ ഇവിടെ എടുത്താൽ നല്ല ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അത് നിങ്ങൾ തന്നെ വന്നിട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മുടെ നാട്ടിലേക്കാണെങ്കിലും നമ്മുടെ നാട്ടിലത് നമുക്കവിടെ ഇറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ തീരുവയും കാര്യങ്ങളും ഡ്യൂട്ടിയും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം. അതൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ? പലരും ചോദിക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് റീപാക്ക് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ഇവിടെ നമുക്ക് വിൽക്കാൻ പറ്റൂലേ? പറ്റുമായിരിക്കാം, പക്ഷേ അത് നിങ്ങളല്ല അന്വേഷിക്കേണ്ടത്. ഞാൻ അന്വേഷിക്കാൻ അതിൻ്റെ പുറകെ പോകാൻ ഞാനൊരു വ്യക്തിയല്ലേ. ഞാൻ ഇങ്ങനെ ഒരു തായ്ലൻഡിലൊരു സംഭവങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ശ്രമിക്കാം എന്ന് ഞാൻ പറഞ്ഞു തരുന്നത് മറ്റുള്ള പല നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റുള്ള പല സ്റ്റേറ്റുകളിലുള്ള ആൾക്കാരും ഇവിടെ വന്നിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നത് കാണുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, മലയാളികൾക്ക് ഇവിടെ വന്ന് ചെയ്യാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്ന് വെച്ച് ഞാനത് പറഞ്ഞതുകൊണ്ട് പിന്നെ മുഴുവൻ ഉത്തരവാദിത്വം എൻ്റെ തലയിലേക്ക് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരും, പക്ഷേ എന്നെ അതിനു വേണ്ടി നിയോഗിക്കുക, നിങ്ങളത് പോയി ഒന്ന് അന്വേഷിച്ചു തരൂ, ഇത് അന്വേഷിച്ചു തരൂ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നടപ്പിലാകാത്ത കാര്യമാണ്. പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ വരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വരാം. നമുക്ക് ഒന്നിച്ച് പോയിട്ട് കണ്ടെത്താനുള്ള കാര്യങ്ങൾ കണ്ടെത്താനൊക്കെ പറ്റും. പക്ഷേ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് വഹിക്കാൻ പറ്റില്ലല്ലോ. ഞാനിത് എത്ര പേരുടെ കൂടെയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവ് ചെയ്ത് പോവാം? അത് പറ്റില്ലല്ലോ. അതും കൂടെ നിങ്ങൾ ആലോചിക്കണം പ്ലീസ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞു തരാണ്, ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം തന്നെയാണ്. അവിടെ നമുക്ക് ലീസിന് ഹട്ടുകളൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇതിനു മുമ്പൊക്കെ കാണിച്ചിരുന്നല്ലോ. തീർച്ചയായും ഹട്ടുകളൊക്കെ നിങ്ങൾക്ക് ബീച്ചിൽ ഹട്ടുകൾ വാങ്ങിയിട്ട് ലീസിന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം. അതൊക്കെ ഇവിടെ ലീഗലാണ്. അത് നിങ്ങളുടെ പേരിൽ തന്നെ വാങ്ങാം. എന്നിട്ട് നിങ്ങളവിടെ ഇവിടെയുള്ള ലോക്കൽസിനെ ജോലിക്ക് വെച്ചാൽ മതി. നിങ്ങൾ പുറത്തു നിന്ന് വേറെ വിസക്കാരെയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാർ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജോലിക്ക് കിട്ടും. അപ്പോൾ വിസ സംവിധാനങ്ങളുടെ ആവശ്യമൊന്നും വരില്ല. പിന്നെ നിങ്ങളുടെ വിസ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു കമ്പനിയാക്കി മാറ്റിയാൽ മതി. ആ കമ്പനിയുടെ പേരിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റും നിങ്ങളുടെ വിസയും ഒരാളുടേത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ നേരിടുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അത് ശരി തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ നമ്പർ കൊടുക്കുന്നത്.
പക്ഷേ എന്ന് വെച്ച് ഡയറക്റ്റ് പെട്ടെന്ന് വിളിക്കുക, അതുമാത്രമല്ല 10-12 പ്രാവശ്യമൊക്കെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടേയിരിക്കും. നമുക്കും പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ പിന്നിൽ നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മിസ് കോളൊക്കെ കാണുമ്പോൾ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ സംശയങ്ങൾ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. അത് ചിലപ്പോൾ കുറച്ച് വൈകി പോവും, കാരണം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. റിപ്ലൈ കൊടുത്ത് വരുമ്പോഴേക്കും കുറച്ച് ലേറ്റായി പോകുന്നുണ്ടാവും. അല്ലാതെ ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാണ്ടൊന്നും ഇരിക്കുന്നില്ല, എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ജോലി ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് പലരും വിളിക്കും. എനിക്കെങ്ങനെ ജോലി ശരിയാക്കി തരാൻ പറ്റും? ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ജോലി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. പിന്നെ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ ജോലി നോക്കാൻ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ, നിങ്ങളുടെ കൂടെ അവിടെ അറേഞ്ച് ചെയ്ത് തരുമോ താമസ സൗകര്യം എന്നൊക്കെ. ഞാനെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും പേർക്കൊക്കെ എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ താമസ സൗകര്യം അറേഞ്ച് ചെയ്യുക? എൻ്റെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വരികയും താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അത് വേറെ വിഷയം. ഞാനിങ്ങനെ ഓരോരോ ബിസിനസ്സിൻ്റെയോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്നറിയോ, ഞാൻ മനസ്സിലാക്കിയത്, പിന്നെ അവർക്ക് അവരുടെ ബിസിനസ്സൊക്കെ സെറ്റാവുന്നവരെല്ലാത്തിനും ഞാൻ കൂടെ നിൽക്കണം. അത് നിൽക്കാം, പിന്നെ നമുക്കതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ. അതുമാത്രമല്ല, ഇവിടെ ജോലി അന്വേഷിച്ച് വരുന്നവർക്ക് എൻ്റെ വീട്ടിൽ താമസിക്കണം. അതൊക്കെ നടക്കാത്ത കാര്യമാണ്. കാരണം ഞാനൊരു ഒറ്റ വ്യക്തിയാണ്, നിങ്ങൾ ഒരുപാട് വ്യക്തികളാണ്. അത് എന്നെക്കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഒരിക്കലും സാധ്യമല്ല. നിങ്ങൾ ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ ജോലിയൊക്കെ കണ്ടെത്താൻ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അത് പിന്നെ എനിക്കതൊരു പ്രോബ്ലം ആയിരുന്നു. ഇതുണ്ട, ഇതേപോലെ കൈകൊണ്ട് പറിക്കാൻ നല്ല രസമാണ്. അതും എന്ത് ഭംഗിയുള്ളതാണ് നോക്ക്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, ലീസിന് വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് ഇതേപോലെയുള്ള തോട്ടങ്ങൾ. 50-100 ഏക്കർ 200 ഏക്കർ നിങ്ങളുടെ കപ്പാസിറ്റി പോലെ വന്നോളൂ, ഞാൻ കാണിച്ചു തരും. എനിക്കും അതിൻ്റെ എന്തെങ്കിലും പ്രോഫിറ്റൊക്കെ തന്നാൽ മതി. പിന്നെ ഫിറോസ് ഭായ് എങ്ങനെയെങ്കിലും അവിടെ വന്നാൽ ചെറുതായിട്ട് തട്ടിക്കുട്ടി ഒരു തട്ടുകട പോലെയൊക്കെ തുടങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ അടുത്ത് അത്രേ ഫണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ നാട്ടിലൊരു തട്ടുകട തുടങ്ങണമെങ്കിൽ നാട്ടിൽ എത്ര ചിലവ് വരും? അപ്പം തായ്ലൻഡ് പോലെയുള്ള ഒരു വലിയ സിറ്റിയിൽ ഒരു തട്ടുകട പോലെ ചെറിയൊരു തട്ടിക്കൂട്ടി ഉണ്ടാക്കണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് വരും. അല്ലാതെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കയ്യിൽ വെച്ചിട്ട് എന്നെ വിളിച്ചിട്ട് വെറുതെ സമയം കളയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. പിന്നെ ഈ വില്ലേജിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാർ പറയും, ഇവിടെ വന്നിട്ടുള്ളവരെന്നെ പണ്ട് പട്ടായാലും ബാങ്കോക്കിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോസ് കാണുമ്പോൾ പറയും, അയ്യോ ഞാൻ ഇതൊന്നും കണ്ടില്ലല്ലോ, എനിക്ക് അവിടെയൊന്നും പോകാൻ പറ്റിയില്ലല്ലോ. നിങ്ങൾ പാക്കേജിൻ്റെ കൂടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെയൊന്നും എത്താൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ വില്ലേജിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല കാശ് ചിലവാകും കേട്ടോ. നിങ്ങൾ വിചാരിച്ചത് പോലെയല്ല, നല്ല പൈസ നോക്കാതെ യാത്ര ചെയ്യുന്നവർക്ക് ഈ വില്ലേജിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാനും താമസിക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സിറ്റിയിലൊക്കെ പോയിട്ട് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് വലിയ ചിലവില്ല. അതേ സ്ഥാനത്ത് യാത്ര ചെയ്യാൻ ഈ വില്ലേജുകളിലൊക്കെ നല്ല ചിലവാണ്. അപ്പോൾ അതും കൂടെ പറഞ്ഞുതരാം. അല്ലാതെ എനിക്ക് അവിടെ പോകണം ഫിറോസ് ഭായ് ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ചിലവും കൂടെ മനസ്സിലാക്കണം. നല്ല ചിലവുണ്ടാവും. എല്ലാം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ, നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വില്ലേജിലേക്കൊക്കെ വരണമെന്ന് പറയുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങൾ നല്ല കാശ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങണ്ടുള്ളൂ. താമസമല്ല പ്രശ്നം, യാത്രയാണ്. താമസത്തിന് ചെറിയ റെൻറ്റ് കൊടുത്താൽ മതി. പക്ഷേ ഒരു വില്ലേജിൽ നിന്ന് വേറൊരു വില്ലേജിലേക്ക് നമ്മൾ പോകുക എന്ന് പറയുന്നത് നല്ല പൈസ ചിലവുള്ള കാര്യമാണ്. ഇതേപോലെയുള്ള മാംഗോസ്റ്റിൻ ഒരു 8 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 കിലോ ഉണ്ടാവും. 70 ബാത്ത് ഇന്ത്യൻ്റെ 200 രൂപ
പിന്നെ വേറെ ഒരാൾ കമൻ്റ് ചെയ്യാണ്, ഞാനൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു 75 ലക്ഷം ഇന്ത്യൻ രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ പറ്റുമെന്ന്. അതിൻ്റെ വരുമാനവും ഞാൻ പറഞ്ഞിരുന്നു, ഇത്രയും വരുമാനം ഉണ്ടാവുമെന്നോ. 10,000 ബാത്ത് ഒരു മാസം, അതായത് ഇന്ത്യൻ്റെ 30,000 വരുമാനം ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നേ. അപ്പോൾ അയാൾ പറയാണ് ഇതൊക്കെ നാട്ടിലും കിട്ടൂലേന്ന്. പക്ഷേ അതിൻ്റെ നാട്ടിലിതും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നാട്ടിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ മണി സേഫ്റ്റി, പിന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വിൽക്കുമ്പോൾ കിട്ടുന്ന ആദായം ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാണ്ടാണ് പറയുന്നത് അഭിപ്രായം. പിന്നെ ഞാൻ ആരോടും പറയുന്നില്ലല്ലോ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് ചെയ്യ് അത് ചെയ്യ്. ഞാൻ ഐഡിയാസ് പറയുന്നതല്ലേ, നമുക്കറിയാവുന്നത് പറഞ്ഞു തരുന്നതുകൊണ്ട് എന്താ കുഴപ്പം. ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്, എനിക്കറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. അതിപ്പോൾ ഞാൻ കൂട്ടി പറയണോ അതോ കുറച്ച് പറയണോ എന്നൊന്നും എനിക്കറിയില്ല, അത് ഞാൻ ചെയ്യുമില്ല. വാങ്ങണോ വാങ്ങണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരവരാണ്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് അല്ലല്ലോ. നല്ല കഷ്ടപ്പാടിട്ട്, പക്ഷേ നമുക്കിത് സീസണിലല്ലേ കിട്ടുള്ളൂ. ഈ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട് വെച്ചിട്ട് വേണം അടുത്ത ഒരു വർഷം ജീവിക്കാൻ. അപ്പോൾ നമ്മൾ മാക്സിമം പറിച്ചെടുക്കണ്ടേ, എങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് വേറെ ബിസിനസ് ഒന്നും ഇല്ലല്ലോ. ഇനിയൊരു ഐഡിയ കൂടെ പറഞ്ഞുതരാം, ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം. ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ അടുത്തൊക്കെ ഒരുപാട് ബിൽഡിങ്സുകളുണ്ട്. ഈ ബിൽഡിങ്സുകളൊക്കെ നമുക്ക് ലീസിന് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ സ്വന്തം ക്യാഷുള്ളവർക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റും. അത്രയും ക്യാഷുള്ളവർക്ക് അവിടെയൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് താമസിക്കാൻ വേണ്ടി നമുക്ക് ആ ബിൽഡിങ്സിലുള്ള ആ റൂമുകൾ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പലരും ചെയ്യുന്നുണ്ട്, ഐഡിയാസ് പറയുന്നേ ഉള്ളൂ. ആഗ്രഹമുള്ളവർക്ക് വന്ന് നോക്കാം, ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ചെയ്യാം. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇത് പറയാനുള്ള കാരണം മിഡിൽ ഈസ്റ്റിലൊക്കെ പല കൺട്രീസിലും ഇതേപോലെ നമ്മുടെ ഇന്ത്യക്കാർ ബിൽഡിങ്സ് ലീസിന് വാങ്ങിയിട്ടും അല്ലാതെ സ്വന്തമായിട്ട് വാങ്ങിയിട്ടുമൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ബിസിനസ്സായിരിക്കും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്. ഇതിന് കുറച്ച് സമയം ഞാൻ എടുത്ത മാംഗോസ്റ്റിനാണ്, കുറച്ചേ എടുത്തിട്ടുള്ളൂ, ബാക്കി അവരൊക്കെ എടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇന്നത്തെ മാംഗോസ്റ്റിൻ പറിക്കലും അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ആരും വലിയ സീരിയസ് ആയൊന്നും എടുക്കണ്ടെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. വീട്ടിൽ പോയി നല്ല ടയർഡാണ്, വീട്ടിൽ പോയിട്ട് കുളിക്കണം, ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം. ഓക്കെ, ബൈ ബൈ.